വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള ചില വാക്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ നിവൃത്തികൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പാകാനുള്ള കാര്യങ്ങളല്ല. അതിന് സമയദൈർഘ്യം ഉണ്ടാകും എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉള്ള ഭൂമിയുടെ ആത്മീയവും രാഷ്ട്രീയവുമായ നടപടികൾ, അതിൽ വരുന്ന ജനങ്ങളുടെ അവസ്ഥ, അത് എവിടെ വരെ തുടരും എന്നുള്ള വിഷയങ്ങളൊക്കെ, അത് സഹസ്രാബ്ദം വരെ നീണ്ടുകിടക്കുന്ന ദീർഘമായ കാലഘട്ടങ്ങളിലേക്ക് നിറവേറേണ്ടുന്ന വലിയ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. അത് നമ്മളങ്ങനെ ഓരോന്നായി പരിശോധിച്ചു വരിക. ഉൽപ്പത്തി മുതൽ 65 പുസ്തകങ്ങളിലും പറയുന്ന കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരണം, അതിൻ്റെ സമയം, അതിൻ്റെ വിധം, അതിൻ്റെ ഉദ്ദേശം എന്നീ കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഓരോ വിഷയങ്ങളും വ്യത്യസ്തമായി പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ 8-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതലുള്ള ചില വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ഇത് ഒന്നാമത്തെ ദൂതൻ അറിയിച്ച സന്ദേശമാണ്. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. ഈ 2 കാഹളത്തെക്കുറിച്ച് നമുക്ക് അല്പം പര്യാലോചിക്കാം. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു. ഇതൊരു ദൈവത്തിൻ്റെ ഒരു ശിക്ഷാ നടപടിയുടെ ഒരു പ്രകടമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ ഫലമായി ഭൂമിയിൽ 1/3 വെന്തുപോയി, നക്ഷത്രങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. പണ്ട് ഇസ്രായേൽ മിസ്രൈമിൽ അടിമയായി കിടന്ന 430 സംവത്സരം അവരെ മിസ്രൈമിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം പല യുദ്ധമുറകൾ അവിടെ പ്രത്യക്ഷമാക്കി. ഫറവോനും അന്നുള്ള ജനതയ്ക്കും ഇസ്രായേലിനും ഒക്കെ അത് വളരെ ബോധ്യമായതാണ്. അവരുടെ ഭൂമിയിൽ കൽമഴ പെയ്യിച്ചു. കൽമഴ പെയ്താലത്തെ ദോഷമെന്താണ്? ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു പോകും. വലിയ കല്ലിൻ്റെ മുഴുപ്പിൽ ആകാശത്ത് നിന്ന്
ഐസ് കട്ട പെയ്യുകയാണ്. അതാണ് കൽമഴ. ദൈവത്തിൻ്റെ ഈ സൃഷ്ടവസ്തുക്കളെ നല്ല കാര്യങ്ങൾക്കും ശിക്ഷാകാര്യങ്ങൾക്കും വേണ്ടി ദൈവം ഉപയോഗിക്കും. അതെവിടെ, എപ്പോൾ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ദൈവം തീരുമാനിക്കുന്നത്. ഇവിടെ കർത്താവിൻ്റെ സഭയും ചേർന്നുകൊണ്ടുള്ള ആ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലോകത്തിൽ നിലവിലിരിക്കുന്ന സാത്താന്യ വ്യവസ്ഥിതികൾ അത് രണ്ട് തരമായി തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. സാത്താന്യ സാമ്രാജ്യത്തിൻ്റെ രണ്ട് വശങ്ങൾ. അതിനുണ്ട് ആത്മീയ വശം, ജഡീയ വശം. ഈ രണ്ട് വശത്തിൻ്റെയും നിയന്ത്രണം ലൂസിഫറിനാണ്. ആത്മീയ മേഖല എന്ന് പറയുന്ന നാമധേയ ക്രൈസ്തവ മാർഗങ്ങളുടെ ഒരു വിപുലമായ ശ്രേണി ഭൂമിയിൽ അപ്പോസ്തലന്മാരുടെ കാലശേഷം ഉളവായി വന്നതാണ്. അതിന് വ്യാജസഭ എന്നാണ് വേദപുസ്തകം പറയുന്നത്. സത്യസഭയും വ്യാജസഭയും ഇത് രണ്ടും ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇത് തമ്മിലുള്ള ഉപദേശങ്ങളുടെ വ്യത്യാസം? ഉപദേശങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് വ്യാജസഭ ഒരിക്കലും സമ്മതിക്കില്ല. മത്തായിയുടെ എഴുതിയിരിക്കുന്ന വാക്യം വായിക്കണം ആദ്യം കേട്ടോ, ഞാൻ പറയാം. എല്ലാ സഭകളും ഞങ്ങൾ സത്യമാണ് പഠിപ്പിക്കുന്നതെന്ന് പറയാം. വ്യാജം ഞങ്ങൾ പഠിപ്പിക്കുന്നില്ലല്ലോ. എല്ലാം അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 7:21 മുതൽ മത്തായി. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നും പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പൊ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അങ്ങനെ കർത്താവ് പ്രസംഗിച്ചപ്പോൾ ചില ആളുകൾ കർത്താവിനോട് എന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞില്ല, അതിതുവരെ ആരെ കൊണ്ടും സാധിച്ചില്ല. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുപാട് അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ നീ ഇങ്ങനെ പറയണേ? അപ്പൊ കർത്താവിൻ്റെ മറുപടി എന്താണ്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അപ്പോൾ എല്ലാ സഭകളുടെയും അവകാശവാദം ഞങ്ങൾ കർത്താവിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട സഭയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന ഈ പ്രവർത്തനങ്ങളൊന്നും കർത്താവ് അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ്.
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് ഇതല്ലായിരുന്നു. അവിടെ എന്താ കുറവ് വന്നത്? കർത്താവ് ഉദ്ദേശിച്ചതായ ഓരോ സ്വഭാവ വിശേഷതകളും ഈ ഭക്തന്മാരെന്ന് പറയുന്ന ആളുകൾക്കില്ലായിരുന്നു. അവർക്ക് ആത്മാവിൻ്റെ ഫലങ്ങളില്ലായിരുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെയുള്ള യാതൊരു ഗുണങ്ങളുമുള്ള ആളുകളല്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറയും. കർത്താവിനത് അറിയാൻ മേലെ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താ? പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് നിത്യജീവൻ ഭാവിയിൽ ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ ആ വിശ്വാസമുള്ളവർ ആ വിശ്വാസത്തിന് അനുസരണമായ ഒരു ജീവിതം നയിച്ച് കാണിക്കണമായിരുന്നു. അത് കാണിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ അവകാശവാദം കർത്താവ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഈ ദൂതൻ ഇവിടെ ഊതുമ്പോൾ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ. കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരുണ്ട്. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. കള്ള അപ്പോസ്തലന്മാര്, വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നവര്, കാപട്യമുള്ളവര് എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാ? അതിവിടെ നിലവിലുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല. ദൈവഭക്തന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമത്തിന് യോജിച്ച വിധത്തിലായിരുന്നില്ല. അവര് കാപട്യവും കള്ളത്തരവും നിറഞ്ഞവരായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ഉണ്ടാവുന്ന. അപ്പം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. കാറ്റടിച്ചു, മഹാമാരി പെയ്തു, വെള്ളം പൊങ്ങി, ആ വീട്ടിന്മേൽ അടിച്ചു. ആ വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു. പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിത വിശ്വാസം അത് വീണുപോയില്ല. അപ്പം ഈ വിശ്വാസത്തിൻ്റെ പരിശോധന ഈ പ്രകൃതിയുടെ ഒരു ആഘാതം വന്നപ്പോൾ ആ വിശ്വാസ ഭവനം വീണുപോയി. പാറമേൽ അടിസ്ഥാനമുള്ള വിശ്വാസം അതിന് വീഴ്ചയില്ല. യേശുക്രിസ്തു ആകുന്ന പാറയിലുള്ള അടിസ്ഥാനം ഉള്ള വിശ്വാസമായിരിക്കണം. മധ്യസ്ഥന്മാരുടെ മേലുള്ള അടിസ്ഥാനം, അതിൻ്റെ പേരിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, വേദപുസ്തകം ഉപദേശിക്കുന്ന സത്യത്തിന് വിരോധമായിട്ടുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന വിഭാഗങ്ങൾ, ഇതെല്ലാം വ്യാജങ്ങളായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. അതിൻ്റെ മേലൊക്കെയും ന്യായവിധി വരും. ഈ ന്യായവിധിയുടെ സമയം ഇത്രയും ദീർഘമായി പോയത്
സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് യുഗാവസാനം വരെ കളയും ഗോതമ്പും ഒരുമിച്ച് വളരട്ടെ എന്ന് പറയും. അപ്പൊ ഈ കളയും ഗോതമ്പും അടങ്ങുന്ന നാമധേയ ക്രൈസ്തവ മാർഗങ്ങളിലുള്ള എല്ലാ ആശയങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെയും സഭയുടെയും ആദ്യത്തെ ലക്ഷ്യം. നമ്മൾ 7 മുദ്രകളെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങൾ വളരെ പ്രകടമായി സംഭവിച്ച കാര്യങ്ങളാണ്. ആത്മീയ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ആത്മീയ വിഷയങ്ങളാണ്. അത് വാളും പരിചയും യുദ്ധമുറകളും കൊണ്ടുള്ള യുദ്ധമല്ല, അത് ആശയങ്ങൾ കൊണ്ടുള്ള യുദ്ധമാണ്. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും ഇത് തമ്മിൽ ആശയം കൊണ്ടുള്ള ഒരു യുദ്ധമാണ്. അത് മനുഷ്യരുടെ മേൽ ഒരു ആത്മീയ യുദ്ധമായി വരും എന്നാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞു. ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആത്മീയ മണ്ഡലം ഉൾക്കൊള്ളുന്ന, അതായത് ക്രൈസ്തവ മണ്ഡലം ഉൾക്കൊള്ളുന്ന ആ ജനസമുദായത്തെയാണ് ഭൂമി എന്ന് പറയുന്നത്. ഇതിൽ അക്രൈസ്തവരെ ബാധിക്കുന്ന വിഷയം ഇതിനകത്തില്ല. ക്രൈസ്തവരായിട്ടുള്ള മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മേൽ വരുന്ന ന്യായവിധിയാണത്. അക്രൈസ്തവർക്ക് ഇതിൽ പങ്കില്ല. കാരണം അവർക്ക് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല, യഹോവയാം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പം അവരുടെ മേലൊരു ന്യായവിധിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ കൽമഴ ചൊരിഞ്ഞപ്പോൾ ഉണ്ടായതെന്താ? ഭൂമിയിൽ 1/3 വെന്തുപോയി. ഈ 1/3 കണക്കെന്താണ്? ആഗോള വ്യാപകമായി ജനസംഖ്യ എടുത്താൽ ഭൂമിയിൽ 1/3 ക്രൈസ്തവരാണ്. അതുകൊണ്ടാണ് ഇവിടെ 1/3 പറഞ്ഞിരിക്കുന്നത്. 2 വിഭാഗങ്ങളും ജാതികളാണ്. അവർക്ക് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. അതുകൊണ്ടാണ് 1/3 എന്ന് പറഞ്ഞിരിക്കുന്നത്. 1/3 വെന്തുപോയി എന്ന് പറഞ്ഞാൽ വെന്തുപോയാൽ പിന്നെ അതിന് നിലനിൽപ്പില്ലല്ലോ, അത് നശിച്ചു പോകുന്ന. അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്, അസത്യങ്ങളെ നശിപ്പിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിരക്കാത്ത വിധത്തിലുള്ള സത്യങ്ങൾ ആണെന്ന് പറഞ്ഞ് അതിന്മേൽ പടുത്തുയർത്തിരിക്കുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും അവസാനിപ്പിക്കും ക്രിസ്തുവും സഭയും. അതാണ് അത് വെന്തുപോയി എന്ന് പറഞ്ഞു. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. വൃക്ഷങ്ങളേതാ? ഈ സഭകളെ നയിക്കുന്ന ഉന്നതന്മാരായ വ്യക്തികളാണ്. അവരാരും ഈ സത്യത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഈ സഭയെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. പാവം സഭയിൽപ്പെട്ട ആളുകൾക്ക്, വിശ്വാസികൾക്ക് എന്താണ് സത്യമെന്ന് യഥാർത്ഥമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം ഒരു മധ്യസ്ഥനെ കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ അമ്മ ഒരു മധ്യസ്ഥയാണ്. യേശുവിൻ്റെ അമ്മ മരിച്ചുപോയി, പുനരുത്ഥാനം ചെയ്തിട്ടില്ല. അപ്പോസ്തലന്മാർ മരിച്ചുപോയി, അവർ പുനരുത്ഥാനം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പിന്നീട് വരുന്ന പട്ടികയിലുള്ള പുണ്യവാളന്മാർ
അവരോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ പേരിൽ നേർച്ചകൾ കഴിക്കുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, പെരുന്നാളുകൾ കഴിക്കുന്നു. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങളിലേക്ക് ദീർഘയാത്ര നടത്തുന്നു. ഇതുകൊണ്ടൊക്കെ എന്താ പുണ്യം? ഒരു പുണ്യവും ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നീതീകരണത്തിൻ്റെ പാതയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കർത്താവ് തൻ്റെ രാജ്യത്തിൽ പ്രതിഫലം കൊടുക്കും. വളരെ ലളിതമായ രക്ഷാമാർഗമാണ് കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെല്ലാം വിപരീതമായി ഉള്ള ആചാര അനുഷ്ഠാനങ്ങൾ വഴി പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ക്രൈസ്തവ മണ്ഡലം വളരെ അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം മറവ് ദൈവത്തിൻ്റെ വചനമാണെന്ന് മനുഷ്യനെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ നേതാക്കന്മാർ, അതിൽ നിൽക്കുന്ന ചെറിയവരും വലിയവരുമായ ഓരോരുത്തർ, അവരെക്കുറിച്ചാണ് മൂന്നിലൊന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പോസ്തലന്മാരുടെ കാലശേഷം ഉണ്ടായിട്ടുള്ള ഈ സഭകളൊന്നും മനുഷ്യന് പൂർണ്ണമായ ഉറപ്പും പ്രത്യാശയും നൽകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും തയ്യാറായിട്ടില്ല. അതിൻ്റെ എല്ലാം കാരണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പിശാചിൻ്റെ ആത്മാവാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവൻ പോഷ്കിൻ്റെ വ്യാപാരത്താൽ മനുഷ്യൻ്റെ മനസ്സുകളെ കുരുടാക്കി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അനേകം ആളുകളുടെയും മനസ്സ് കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് ആ അസത്യങ്ങളിൽ മേൽ കർത്താവിൻ്റെ ന്യായവിധി ഉണ്ടാകും. തെളിവായ സത്യങ്ങൾ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാകുവാനുള്ള അവസരം ഉണ്ടാവും. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണമുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി. കപ്പലുകളിലും മൂന്നിലൊന്ന് ഛേദം വന്നു. എല്ലാ ക്രൈസ്തവ മത പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ വരുമാനങ്ങൾ ഉളവാക്കുന്നതായ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനങ്ങൾ വഴിയുള്ള വലിയ വരുമാനം അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്തെടുക്കുന്നതാണ്. എടമറവ് പറഞ്ഞിരിക്കുന്നത്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം. എന്തുകൊണ്ടാണ് എടമറവ് അങ്ങനെ പറയാൻ ഇടയായത്? ഈ കറുപ്പെന്ന് പറഞ്ഞാൽ ഇന്നുള്ളവർക്ക് അറിയാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. അത് കാരണന്മാരൊക്കെ തിരിച്ച് അത് വില കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന ഒരു ലഹരി വസ്തുവാണ്. അതങ്ങനെ അത് കഴിച്ച് പൂസായി നടക്കാം. അപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ മനുഷ്യർ കൊടുക്കേണ്ടുന്ന വില വളരെ വലുതാണ്. ഒന്നും സൗജന്യമല്ല, എല്ലാം പണത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞു,
കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ദൈവത്തിൻ്റെ വചനപ്രകാരം ഉള്ള നിത്യജീവന്റെ വാഗ്ദത്തം നിങ്ങൾ സൗജന്യമായി അറിയിക്കണം. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിച്ചു. ആദായത്തിനുള്ള ഒരു മാർഗമായിട്ട് ദൈവഭക്തിയെ അവര് ആയുധമാക്കി. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും പറയാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് ക്രൈസ്തവമാണെന്നുള്ള ബോധ്യം വരുത്തണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ദൂതൻ ഊതിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടു. ഒരു വലിയ മല അത് കത്തുക. എന്താ ഈ മല കാണിക്കുന്നത്? ഇത് സർവജാതികളും ഭാഷകളും വംശങ്ങളും അടങ്ങുന്ന ഈ ക്രൈസ്തവ മണ്ഡലത്തെയാണ് കാണിക്കുന്നത്. അത് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടു. ഇത് സിംഹാസനത്തിലായിരുന്നത് ഈ മലയിൽ. ഈ മല ഒരു ഭരണത്തിലിരുന്നതാ. ഭരണം പോയി. കർത്താവിൻ്റെ സാന്നിധ്യകാലത്ത് ഭരണം അവസാനിച്ചു. അത് അവിടുന്ന് സിംഹാസനത്തിൽ നിന്ന് നേരെ പോകുന്നുണ്ട് മനുഷ്യന്റെ ഇടയിൽ തന്നെയായി. പിന്നെ ആ ഭരണത്തിൻ്റെ ആ പ്രാവീണ്യം പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അത് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിലും കടലിലും ഉള്ളത് 1/3 രക്തമായി എന്ന് പറഞ്ഞാലോ, രക്തം എപ്പോഴാ വരുന്നത്? ഒരപകടം സംഭവിച്ചു കഴിഞ്ഞു, അപകട മരണം സംഭവിക്കുന്നു. അപ്പോൾ ഈ വൻമല പോലെയൊന്ന് കത്തി ജനസമുദ്രത്തിലേക്ക് വീണു. എന്തു ചെയ്തു? പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. മനുഷ്യന് ഭാവി ജീവിതവും പ്രത്യാശയും നിത്യജീവനും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രസംഗിക്കുകയും യുഗയുഗാന്തരങ്ങൾ നിലനിൽക്കുകയും ചെയ്ത നാമധേയ ക്രൈസ്തവ മാർഗങ്ങളുടെ എല്ലാ പ്രത്യാശയും മറ്റുള്ളവർക്ക് മരണം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടായിപ്പോയി. നിത്യജീവന്റെ വാഗ്ദാനം ആർക്കുമില്ല. കർത്താവ് തന്ന വാഗ്ദത്തം എന്താ? ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇവിടെ നിത്യജീവന് പകരം സംഭവിക്കുന്നത് എന്താ? ദാരുണമായ അന്ത്യം. കടലിലും സമുദ്രത്തിലും പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. ഇതാ ഈ വ്യാജമത പ്രസ്ഥാനങ്ങളുടെ വ്യാപാരങ്ങളെല്ലാം നിശേഷം അവസാനിച്ചു. എന്തെല്ലാമായിരുന്നു വ്യാജമതങ്ങളുടെ വ്യാപാരമെന്ന് വരുന്ന അധ്യായങ്ങളിൽ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ഓരോ കാഹളവും ഊതുമ്പോൾ ആത്മീയ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന ആശയങ്ങളെ, അതിൻ്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഒന്നൊന്നായി നശിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ക്രൈസ്തവ മതവിഭാഗങ്ങളാണ് ഈ ഭൂമിയിൽ നിന്നുള്ളത്. വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചാൽ, ഒരു സംശയം ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്ന എത്ര സംഘടനകളുണ്ട് ഇവിടെ. ഇതെല്ലാവരും വേദപുസ്തകം പഠിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. അപ്പം അത് അന്വേഷിക്കാൻ, അറിയാൻ
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ താല്പര്യം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, യേശു ദൈവമാണോ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം ഉറപ്പോടെ പറയാൻ പറ്റുന്ന സഭകൾ വളരെ കുറവാണ്. വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് പറയുന്നത്. അവർ പറയുന്ന ഉത്തരം അത് ശരിയാണോ എന്ന് ഒന്നോടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമായി. ഈ വിധത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള സംശയങ്ങളുടെ കാറ്റിനാൽ ഉലയുന്ന വിധത്തിലുള്ള ആശയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ കൃത്യമായി ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ് വേദപുസ്തകം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ മറ്റുള്ളവനോട് സൗജന്യമായി പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. എസെക്കിയേൽ പ്രവാചകനെ ദൈവം അയക്കുമ്പോൾ, നീ ദുഷ്ടനോട് ചെന്ന് എൻ്റെ വഴികളെ അറിയിക്കണം. അങ്ങനെ അറിയിച്ച് അവൻ ദുഷ്ടത വിട്ടു തിരിഞ്ഞാൽ നിനക്ക് പാപമില്ല. അപ്പൊ നീ ദുഷ്ടനോട് അവന്റെ ദുഷ്ടത വിട്ടു തിരിയണമെന്ന് അവനോട് അറിയിക്കുന്നില്ലെങ്കിൽ ആ ദുഷ്ടന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും എന്നാ പ്രവാചകനോട് പറയും. അപ്പൊ ഇങ്ങനെ പരസ്പരം മനുഷ്യൻ മനുഷ്യനുമായിട്ട് ധാർമ്മികതയും ബന്ധവും കർത്തവ്യനിഷ്ഠയും പുലർത്തുന്ന വിധത്തിലാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആത്മാവിനാൽ ആണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങൾ അത്ഭുത പ്രവൃത്തി കാണിച്ച് അവരുടെ മുമ്പാകെ വലിയവനായി കണ്ടു എന്നുള്ളതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സന്തോഷിപ്പിൻ. അപ്പൊ ഈ വിധത്തിലുള്ള ഉദ്ദേശപ്രകാരമുള്ള വചന ശുശ്രൂഷകളും പഠനങ്ങളും പഠിപ്പീരുകളും അതിന് എതിരായിട്ട് ഉള്ളതെല്ലാം കർത്താവ് നശിപ്പിക്കും. അതിന് ഓരോ കാഹളവും ഓരോ വിധത്തിലുള്ള സന്ദേശം ഈ ലോകത്തിന് നൽകുവാൻ പോവുകയാണ്. അത് രാജ്യത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇത്. ഈ ദൂത് വഴി ലഭിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും. അതുകൊണ്ട് ബാക്കി കാര്യം നാളെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം.